ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലാണ് നിങ്ങൾ കാണിക്കുന്നത് നമ്മുടെ ഡെൽമാർക്ക് കമ്പനിയിൽ നമ്മൾ കുറച്ച് മുളക് ഉണക്കി നിങ്ങളെ കാണിക്കുകയാണ്. വറ്റൽ മുളകാണ് ഉണക്കുന്നത്. നിങ്ങളുടെ അവിടെ അതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല. ചുവന്ന മുളക് അത് നമ്മൾ കഴുകി ഉണക്കാണ്. എന്നിട്ട് അത് ഉണക്കിയിട്ട് നമുക്ക് പൊടിപ്പിക്കാൻ പാകത്തിന് ഉണക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയിൽ പോയിട്ട് നിങ്ങൾക്ക് മെഷീനും ബാക്കി കാര്യങ്ങളും കാണിച്ചു തരാം. ഇങ്ങനെ ഉണക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് എത്ര സമയം കൊണ്ടൊന്ന് ഉണങ്ങുന്നത് നോക്കാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ കമ്പനിക്ക് വിടാം. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ചു കൊടുത്തിട്ടുള്ള മുളക്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കഴുകിയെടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ ട്രേസിലേക്ക് പരത്തി വിടുകയാണ്. ഇങ്ങനെ പരത്തിയിട്ട് നമ്മൾ നല്ല രീതിക്ക് കഴുകിയെടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു 2 ട്രേയിലേക്കുള്ള മുളകുള്ളൂ. നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ മെഷീനിൽ ഉണക്കുന്നത് കാണിക്കാൻ വേണ്ടി കൊടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം. നമ്മൾ നല്ല രീതിക്ക് കഴുകിയെടുക്കുകയാണ്. ഇനി നമ്മൾ നല്ല രീതിക്ക് കഴുകിയിട്ട് ഒരു 2 മിനിറ്റ് നമ്മൾ വെള്ളം വരാനായിട്ട് പുറത്ത് വെച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ മെഷീനിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇതിൽ ഫുള്ളായിട്ടുള്ള വെള്ളത്തോട് കൂടിയിട്ട് നമ്മളൊരിക്കലും മെഷീനിലേക്ക് എടുത്ത് വയ്ക്കരുത്. നമ്മൾ ഇതേപോലെ 2 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മെഷീനിലേക്ക് എടുത്ത് വയ്ക്കാവുന്നതാണ്. നമുക്കിവിടെ കാണാം. ഇപ്പോൾ എല്ലാം നല്ല രീതിക്ക് നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മെഷീൻ്റെ അടുത്തേക്ക് പോകാം. നിങ്ങൾക്ക് മെഷീൻസ് കാണിച്ചു തരാം. മെഷീൻ്റെ പ്രവർത്തനം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും ചെറിയൊരു മെഷീൻ വരുന്നത്. ഇതിപ്പോൾ ഒരു 3 ട്രേൻ്റെ മെഷീനാണ്. നിങ്ങൾക്കിവിടെ കാണാം. നമുക്ക് തുറന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്കിവിടെ കാണാം 2 ഫാൻ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിൽ ഹീറ്ററാണ്. ഹീറ്ററും ഫാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മുളക് എടുത്തിട്ട് മെഷീനിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇതൊരു 3 ട്രേൻ്റെ മെഷീനാണ്. നിങ്ങൾക്കിവിടെ കാണാം. അപ്പോൾ നമ്മളെടുത്ത് 2 ട്രേയിലേക്കുള്ള മുളകുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഒരു ട്രേ വേണ്ടി എക്സ്ട്രാ വയ്ക്കുകയാണ്. ഇത് 3 ട്രേൻ്റെ മെഷീനൊക്കെ നമ്മൾ ഒരു ട്രേ വെറുതെ വയ്ക്കുകയാണ്. അപ്പോൾ ഇത് പിന്നെ അടച്ചു വെച്ചേക്കാണ്. നമുക്കിനി ഇന്നലെ നമ്മുടെ ടെമ്പറേച്ചറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഈ പവർ ബട്ടൺ ഓണാക്കി തന്നെ നമ്മുടെ മെഷീൻ വേണമെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പം 32 കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നോർമൽ ടെമ്പറേച്ചറാണ്. അപ്പോൾ നമ്മൾ 55 മുമ്പ് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കത് മാറ്റാം. നമുക്ക് മാറ്റണമെങ്കിൽ ജസ്റ്റ് ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ നമ്മൾ ഈ അപ്പയർ ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടി വയ്ക്കാം. നമ്മളിപ്പോൾ 60 സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 60 ഡിഗ്രി ആകുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കറണ്ടേ നമ്മുടെ മെഷീനിന് ആവശ്യമുള്ളൂ. ഈ മെഷീനിന് നമുക്ക് അവറിൽ 0.3 യൂണിറ്റ് ചിലവാകുന്നുള്ളൂ. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം. ഇതിപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. അത്യാവശ്യം ഇപ്പോൾ വെള്ളമൊക്കെ പോയി. ട്രേ ചെറിയ ചൂടുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് പിടിക്കാവുന്നുള്ളൂ. ഇപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ കാണാം. വെള്ളമൊക്കെ പോയി. അത്യാവശ്യം നല്ല രീതിക്ക് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2 മണിക്കൂർ കൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം. ഇപ്പോൾ 4 മണിക്കൂറായപ്പോൾ തന്നെ നമ്മുടെ എല്ലാം മുളകും നല്ല രീതിക്ക് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം മുളകെല്ലാം നമുക്ക് പൊട്ടി വരുന്ന നമുക്ക് കാണാം. നമുക്ക് പൊടിപ്പിക്കാൻ മാത്രം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ പൊടിപ്പിക്കാൻ വേണ്ടി ഉണക്കിയതല്ല. ഞങ്ങൾ ജസ്റ്റ് നിങ്ങളെ മെഷീനിൽ വെച്ച് ഉണക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണക്കിയതാണ്. അപ്പോൾ നമ്മുടെ മെഷീനിൽ മുളക് മാത്രമല്ല, പച്ചക്കറികൾ, പഴങ്ങൾ, ഫിഷ്, മീറ്റ്, മുളക്, മല്ലി, ജാതിക്ക, നാളികേരം അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണക്കാം. അപ്പോൾ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിപ്പോൾ ഒരു 3 ട്രേൻ്റെ മെഷീനാണ്. നമ്മുടെ കമ്പനി 3 ട്രേ തൊട്ട് എത്ര ട്രേസുള്ള ഡ്രയർ വേണമെങ്കിലും കസ്റ്റം ചെയ്ത് ഉണ്ടാക്കി നൽകുകയാണ് ചെയ്യുന്നത്. കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചിട്ട് 10 ട്രേയോ 50 ട്രേയോ 100 ട്രേയോ എത്ര ട്രേ വേണമെങ്കിലും കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് കസ്റ്റം ചെയ്ത് ഉണ്ടാക്കി നൽകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സാധനം ഉണക്കാനുണ്ടെങ്കിലോ നമ്മുടെ മെഷീൻസിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലോ നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ കൂടുതൽ അറിയാൻ സാധിക്കുന്നതാണ്.